ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിത് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറി ഉണ്ടാക്കാം. മലപ്പുറം സ്റ്റൈലിൽ സൂപ്പറായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അടിപൊളി ബീഫ് കറിയാണ്. പുട്ടിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിക്കും പത്തിരിയിലേക്കും പൊറോട്ടയിലേക്കും ചോറിലേക്കുമായിട്ട് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും നല്ല സൂപ്പർ ബീഫ് കറിയാണ്. നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു 5 സവാള ഞാൻ അരിഞ്ഞിട്ടുണ്ട്. സവാള ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. നന്നായിട്ട് വാടിയൊന്നും പോകണ്ട, സോഫ്റ്റായി വന്നാൽ മതി. ഇപ്പോൾ അത്യാവശ്യം സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂണോളം പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 10 വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം, ഇതെല്ലതും കൂടിയാണ് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നുവെച്ചാൽ ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് പൊടികളൊന്ന് ഇട്ട് കൊടുക്കണം. 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം മുളകും പൊടി, മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി 3/4 സ്പൂണോളം ഗരം മസാലപ്പൊടി, ഇതെല്ലതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വാട്ടിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി വെച്ച ബീഫാണ്. ഞാനിപ്പോൾ കുക്കറിലല്ല വേവിക്കുന്നത്, ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പീസസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നൊരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇളക്കി വേവിക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇങ്ങനെ ഒരു കാട്ടിയിട്ട് ഇളക്കി വേവിച്ച് ഇത് മസാല ഒക്കെ ഒന്ന് പിടിക്കുന്നതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ബീഫിന്. ബീഫ് നമ്മളിപ്പോൾ കഴുകിയിട്ട് ഉടനെ ഇടുന്നതുകൊണ്ട് ബീഫിൽ നിന്ന് തന്നെ വെള്ളം കുറച്ചിറങ്ങും. നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒരു 4 വിസിലടിച്ചെടുത്താൽ മതി. 1/2 ഗ്ലാസോളമൊക്കെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നല്ല അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന കുരുമുളക് ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളെ എരിവിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാം. ഞാനിപ്പോൾ ഇതിൽ തന്നെ വേവിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് എടുക്കുകയാണ്. മല്ലിയിലയാണ്, ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മൂടി വെച്ചിട്ട് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. നിങ്ങളെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാം. കുക്കറിലാണെങ്കിൽ 4-5 വിസിലടിക്കണം. ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ 1 ഗ്ലാസ് വെള്ളം നേരത്തെ ഒഴിച്ചും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ പീസസാക്കി മുറിച്ചത് കൊണ്ട് തന്നെ ബീഫ് ഞാൻ ഈ ഒരു പാത്രത്തിലിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് കുക്കറിലിട്ട് വേവിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ടേസ്റ്റായിട്ട് വരുന്നത് ഈ ഒരു ബീഫ് തുറന്ന് വെച്ച് വേവിക്കുന്ന ബീഫിനാണ്. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുത്ത് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല തിക്ക് ഗ്രേവിയിൽ കിട്ടും നമുക്ക്. ഞാൻ കുറച്ചൊന്ന് ചാറോടെ കൂടി എടുക്കുന്നുണ്ട്. നമുക്ക് പുട്ടിനകത്തും അതുപോലെ ചോറിനകത്തൊക്കെ കൂട്ടാനുള്ളതാണ്. അടിപൊളിയായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സെർവ് ചെയ്യുന്നുണ്ട്.
നിങ്ങൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വിളമ്പുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ആ ഇറച്ചിയിലേക്കൊക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് ബീഫ് കറിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് വെന്തതിന് ശേഷം മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കുക. ഞാനിപ്പോൾ പുട്ടിലേക്കാണ് ഇത് എടുക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുന്ന ബീഫ് കറിയിലേക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഈ കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ തുറന്ന് വെച്ച് വേവിക്കുന്ന കറികളായാലും ബീഫിനൊക്കെ ആയാലും പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ നമ്മളെ മലപ്പുറം സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.